ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നല്ലൊരു കോംബോ റെസിപ്പി കണ്ടാലോ. മലപ്പുറം സ്റ്റൈല് നൈസായിട്ടുള്ള സോഫ്റ്റായിട്ടുള്ള നൈസ് പത്തിരിയും അതിലേക്ക് കോംബോ ആയിട്ടുള്ള വറുത്തരച്ച ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഈ പത്തിരിയൊക്കെ റെഡി ആവാത്തവർ, ശരിയായിട്ടില്ല എന്ന് പറയുന്നവർ ഇതെന്തായാലും ഇതേപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളത് എന്തായാലും ഫ്ലോപ്പ് ആവില്ല കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ അത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കമൻറ്റ് എന്താണെങ്കിലും അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 4 ഗ്ലാസ് അതിൻ്റെ ഇരട്ടി വെള്ളം വേണം എടുക്കാൻ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂണ് ഓയിൽ വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുക. ഇനി വെള്ളത്തിൻ്റെ കണക്കിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കുറച്ച് തോനെ തന്നെ വെള്ളം വെച്ച് കൊടുക്കുക. അങ്ങനെ വെള്ളം നന്നായി തിളച്ച് വന്നതിന് ശേഷം അതിന് വെള്ളം കുറച്ചെടുത്ത് മാറ്റിയിട്ട് ഈ പൊടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ വെള്ളം കമ്മിയാണ് തോന്നുകയാണെങ്കിൽ വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. എല്ലാ സ്ഥലത്തെ പൊടി ഫുള്ളായിട്ട് നനഞ്ഞിരിക്കണം, അതാണ് ഇതിൻ്റെ പരിവെന്ന് പറയുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് പൊടി നനയണ വരെ ഇതിൽ നിന്ന് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇതൊക്കെ നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റോളം അടച്ച് വെക്കുക കേട്ടോ. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഇത് കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് നന്നായി കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കുക. ഒന്ന് ചെറുതായിട്ട് ആവി പോകണം, പക്ഷെ പറ്റ ചൂടാറാൻ നിൽക്കരുത്. ചൂട് കൊടുക്കാനെ തന്നെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കണം, എന്നാലും സോഫ്റ്റ് ആവുക. പത്തിരിൻ്റെ സോഫ്റ്റ്നെസ് എന്ന് പറയുന്നത് ഇത് കുഴച്ചെടുക്കുന്ന രീതിയിലാണ് കേട്ടോ. കുഴ ശരിയായാൽ തന്നെ പത്തിരി ശരിയാവും കേട്ടോ. അങ്ങനെ ഒന്ന് ആവി പോയതിന് ശേഷം ആ ഇതിലേക്ക് തന്നെ പാത്രത്തേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൈ എടുക്കുക. അതിലിങ്ങനെ മുക്കി ഒന്ന് കയ്യുമ്പോൾ കുറച്ച് വെള്ളം ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. അപ്പം വലിയ അറിയില്ല. അങ്ങനെ ഇത് കൈ വെച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക. കുറച്ച് ടൈം എടുത്ത് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ഇത് പൊടിയൊക്കെ നന്നായി ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് ഇത് ചെറിയ ബോൾസ് ആക്കി എടുക്കുക. നല്ല വലുതാവരുത്, ഒരു മീഡിയം സൈസിലെ ബോളാണ് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുക. ഞാൻ എല്ലാതും അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പരത്തിയെടുക്കാം. ഞാൻ പ്രസ്സിൽ വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. അതൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം അത് പൊടിയിലിട്ടിട്ട് നന്നായി തട്ടിയെടുക്കുക കേട്ടോ. ഇനി നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ ആണെങ്കിൽ പൊടി തട്ടേണ്ട ആവശ്യമൊന്നുമില്ല, അതിൽ തന്നെ ഇട്ടിട്ട് ചുട്ടെടുത്താൽ മതി. ഇങ്ങനെ പരത്തി കണ്ട്. മറ്റേ ഇരുമ്പിൻ്റെ ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ പൊടിയൊക്കെ ഫുള്ളായിട്ട് ഞാൻ തട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഓട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോന്നിട്ടിട്ട് ഇങ്ങനെ ആവി വരുമല്ലോ, ഇട്ട പാടെ തന്നെ ആവി വരാൻ തുടങ്ങും. അപ്പോൾ തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. ഇനി കുറച്ച് നേരം വെച്ചതിന് ശേഷം മുകളിൽ ബബിൾസ് വരാൻ തുടങ്ങുമ്പോൾ വേണം തിരിച്ചിട്ട് കൊടുക്കാൻ. അങ്ങനെ തിരിച്ചിട്ട പാടെ തന്നെ അത് പെട്ടെന്ന് പൊങ്ങി വരും. പിന്നെ തിരിച്ചിട്ട് കൊടുക്കാൻ നിൽക്കണ്ട, പിന്നെ ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റുക. ഇത്രേ ഉള്ളൂ കേട്ടോ, സിമ്പിളായിട്ട്. പിന്നെ തിരിച്ചൊക്കെ ഇട്ടാൽ കളർ ചേഞ്ചായി പോവും. അപ്പോൾ നമുക്കിതിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെ ഉള്ളൂ, ഇങ്ങനെ 2 വട്ടം മാത്രം തിരിച്ചിട്ടാൽ മതി. ചുടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ആവി വന്ന് തുടങ്ങുമ്പോൾ വേഗം തിരിച്ചിട്ട് കൊടുക്കുക. ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ വീണ്ടും തിരിച്ചിടുക കേട്ടോ. അപ്പോൾ തിരിച്ചിട്ട പാടെ തന്നെ പെട്ടെന്ന് തന്നെ പൊങ്ങി വരും. പൊങ്ങി വന്നാൽ അത് എടുത്ത് മാറ്റുക. പിന്നെ അപ്പം തന്നെ അടച്ചു വെക്കരുത്. കാസറോളിലിട്ടിട്ട് അടച്ചു വെക്കരുത് കേട്ടോ. ഒന്ന് ആവി പോയതിന് ശേഷം വേണം അടച്ചു വെക്കാൻ. അങ്ങനെ എല്ലാതും ഞാൻ അതുപോലെ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. ഇനി ഇതിലേക്ക് പറ്റിയ നല്ലൊരു നാടൻ വറുത്തരച്ച കോഴിക്കറി കാണും കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി ചിക്കൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് കിഴങ്ങും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ തക്കാളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂണും 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും 1 ടീസ്പൂണ് മുളക് പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിക്കാൻ വേണ്ടി വെക്കുക. ഇനി ഇതിലേക്ക് തേങ്ങ വറുത്തെടുക്കുക. അതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. 2-3 അല്ലി വെളുത്തുള്ളിയും 2-3 അല്ലി ചെറിയുള്ളി ഉണ്ടല്ലോ അതും കുറച്ച് കറിവേപ്പിലയും വലിയ ജീരകവും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി വറുത്തെടുക്കുക കേട്ടോ.
നല്ല നാടൻ ചിക്കൻ കറിയാണ്. അപ്പോൾ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഇതിലേക്ക് നല്ല കോംബോ ആണ് കേട്ടോ. നൈസ് പത്തിരിക്ക് നല്ല കോംബോ ആയിട്ടുള്ള റെസിപ്പിയാണ്. അങ്ങനെ അതൊക്കെ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് ചൂടാറിയതിന് ശേഷം നന്നായി അരച്ചെടുക്കുക. അപ്പോൾ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അരച്ചെടുത്ത തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് വരുമ്പോൾ ഓഫാക്കി, നല്ല തിളച്ച് വരുമ്പോൾ ഇത് ഓഫാക്കി കൊടുക്കുക. ഇനി ഇത് വറവിട്ടെടുക്കണം കേട്ടോ. അതിന് വേണ്ടി വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞിട്ട് അതും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അത് മൂത്ത് വരുമ്പോൾ നമ്മളെ ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല ടൈറ്റാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി കൊടുക്കുക. അങ്ങനെ നല്ല നാടൻ വറുത്തരച്ച ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നൈസ് പത്തിരിയും നല്ല നാടൻ ചിക്കൻ കറിയും നല്ല കോംബോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ പത്തിരി ഒന്നും റെഡി ആവാത്തവർ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ശരിയാവും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ. ഇനി എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.